നമസ്കാരം. JAIB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ബാങ്കർമാർക്കും സ്വാഗതം. AFMB പേപ്പറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഷെയർ ക്യാപിറ്റൽ അഥവാ ഓഹരി മൂലധനം. ഇതിന്റെ പലതരം ടൈപ്പുകൾ, അവകാശങ്ങൾ, ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ തുടങ്ങിയല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ കോർപ്പറേറ്റ് ഫിനാൻസിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അഥവാ അടിസ്ഥാനശില എന്ന് പറയുന്നത്? കാരണം ഏതൊരു കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ അടിത്തറ ഇതുതന്നെയാണ്. ഈ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് സ്ട്രോങ് ആണെങ്കിൽ പരീക്ഷയിലെ ഏത് കോംപ്ലക്സ് ചോദ്യവും നിങ്ങൾക്ക് സിമ്പിളായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഷെയർ ക്യാപിറ്റൽ, ദ ഫൗണ്ടേഷൻ. ഇവിടെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് നിയമത്തിന്റെ കണ്ണിൽ എന്താണ് ഷെയർ ക്യാപിറ്റൽ? അപ്പോൾ എന്താണ് ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ഒരു കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് സമാഹരിക്കുന്ന പണത്തിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 43 അനുസരിച്ചാണ്. ഈ നിയമപരമായ ചട്ടക്കൂടാണ് എല്ലാത്തിനും ആധാരം. ഈ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഷെയറുകളെ പ്രധാനമായും 3 തരംതിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായിട്ടൊന്ന് താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ 2, ഇക്വിറ്റി വേഴ്സസ് പ്രിഫറൻസ് ഷെയർസ്. ഷെയർ ക്യാപിറ്റലിന്റെ ഈ 2 തൂണുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ, അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. വളരെ ലളിതമായി ഓർത്തുവെക്കാനൊരു വഴിയുണ്ട്. ഇക്വിറ്റി ഷെയർസ് കയ്യിലുള്ളവർ ഒരു കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് അഥവാ ഉടമസ്ഥരാണ്. എന്നാൽ പ്രിഫറൻസ് ഷെയർസ് കയ്യിലുള്ളവർക്ക് ചില പ്രത്യേക പ്രിവിലേജുകൾ, അതായത് മുൻഗണനാ അവകാശങ്ങളാണുള്ളത്. അപ്പോൾ ഒന്ന് ഓണർഷിപ്പ്, മറ്റൊന്ന് പ്രിഫറൻസ്. ഈ ഒരു അടിസ്ഥാന വ്യത്യാസം എപ്പോഴും മനസ്സിൽ വെക്കുക. ഇനി ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം കോർ റോൾ. ഇക്വിറ്റിക്ക് ഓണർഷിപ്പ്, പ്രിഫറൻസിന് പ്രിവിലേജ്ഡ് റൈറ്റ്സ്. ഇനി ഡിവിഡൻഡ് റൈറ്റ്സ് നോക്കൂ. പ്രിഫറൻസിന് ഫിക്സ്ഡ് റേറ്റിൽ ഡിവിഡൻഡ് ആദ്യം കിട്ടും. ക്യാപിറ്റൽ റീപേയ്മെന്റിന്റെ കാര്യമെടുത്താലും അതങ്ങനെ തന്നെ. അതായത് കമ്പനി പൂട്ടുകയാണെങ്കിൽ ആദ്യം പണം തിരികെ കിട്ടുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ലെവൽ നോക്കിയാൽ ഇക്വിറ്റിക്ക് റിസ്ക് കൂടുതലാണ്, പക്ഷേ റിവാർഡ് കിട്ടിയാൽ അത് വലുതായിരിക്കും. പ്രിഫറൻസിന് റിസ്ക് കുറവാണ്. ഒരു സ്റ്റഡി ഇൻകം ഉറപ്പിക്കാം. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണ്. സെക്ഷൻ 3, 4 ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഈ പ്രിഫറൻസ് ഷെയറുകളിൽ തന്നെ പലതരമുണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ നല്ല ചാൻസ് ഉള്ളത്. ഈ കാണുന്ന ഡയഗ്രാം ഒരു മാപ്പ് പോലെ കണ്ടാൽ മതി. പ്രിഫറൻസ് ഷെയറുകളെ 4 ജോഡികളായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ക്യുമുലേറ്റീവ് വേഴ്സസ് നോൺ ക്യുമുലേറ്റീവ്, റെഡീമബിൾ വേഴ്സസ് ഇർറെഡീമബിൾ, പാർട്ടിസിപ്പേറ്റിംഗ് വേഴ്സസ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, പിന്നെ കൺവേർട്ടബിൾ വേഴ്സസ് നോൺ കൺവേർട്ടബിൾ. നമുക്കിവ ഓരോ ജോഡിയായിട്ട് എന്താണെന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഡിവിഡൻഡ് കിട്ടുന്നതിന് ബേസ് ചെയ്തിട്ടാണ്. ക്യുമുലേറ്റീവ് ഷെയർ ആണെങ്കിൽ ഒരു വർഷം കമ്പനിക്ക് ലാഭമില്ല, ഡിവിഡൻഡ് തന്നില്ല എന്ന് വയ്ക്കുക. ആ പണം നഷ്ടപ്പെട്ടു പോകില്ല, അത് കുടിശ്ശികയായി അവിടെ കിടക്കും. അതിനെയാണ് നമ്മൾ എരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത തവണ ലാഭം കിട്ടുമ്പോൾ ആദ്യം ഈ എരിയേഴ്സ് കൊടുത്തു തീർക്കണം. പക്ഷേ നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിലോ, ആ വർഷം കിട്ടിയില്ലെങ്കിൽ അത് പോയി, പിന്നത് ചോദിക്കാൻ പറ്റില്ല. അടുത്തത് റെഡീമബിളും ഇർറെഡീമബിളും. പേര് പോലെ തന്നെ റെഡീമബിൾ ഷെയറുകൾ ഒരു നിശ്ചിത സമയത്തും വിലയിലും കമ്പനിക്ക് തിരികെ വാങ്ങാൻ സാധിക്കും. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, അതായത് തിരികെ വാങ്ങാൻ സാധിക്കാത്ത പ്രിഫറൻസ് ഷെയറുകൾ, ഇന്ത്യയിലിപ്പോൾ നിയമപ്രകാരമില്ല. അത് 2013 കമ്പനി നിയമത്തിലെ സെക്ഷൻ 55I പ്രകാരം നിരോധിച്ചിരിക്കുകയാണ്. ഇത് മറക്കരുത്. ശ്രദ്ധിക്കുക, ഒരു JAIB എക്സാം അലേർട്ടാണ്. നിയമപ്രകാരം ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പ്രിഫറൻസ് ഷെയറുകളും മാക്സിമം 20 വർഷത്തിനുള്ളിൽ തിരികെ വാങ്ങാൻ കഴിയുന്നവായിരിക്കണം. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് മാത്രം ഒരു ഇളവുണ്ട്. അത് 30 വർഷം വരെ ആകാം. ഈ 20-30 വർഷത്തിന്റെ കണക്ക് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് പാർട്ടിസിപ്പേറ്റിംഗ് വേഴ്സസ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർ ആണെങ്കിൽ അവർക്ക് ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടും. പോരാത്തതിനെ കമ്പനിക്ക് ഒരുപാട് ലാഭമുണ്ടാവുകയാണെങ്കിൽ ആ അധിക ലാഭത്തിൽ നിന്നും ഒരു വിഹിതം കൂടി കിട്ടും. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഷെയറുകൾക്ക് ആ അവകാശമില്ല. ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീഫോൾട്ട് റൂൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ഷെയറിനെക്കുറിച്ച് ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ അതെപ്പോഴും ക്യുമുലേറ്റീവ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആയിട്ടാണ് കണക്കാക്കുക. ഇത് ഓർത്തു വെച്ചോളൂ. അവസാനത്തെ ടൈപ്പാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ഷെയറുകളെ പിന്നീട് ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റാൻ ഒരു ഓപ്ഷനുണ്ട്. ഇത് ഇൻവെസ്റ്റർക്ക് നല്ലൊരു ഓപ്ഷനാണ്. തുടക്കത്തിൽ പ്രിഫറൻസ് ഷെയറിന്റെ സേഫ്റ്റി, അതായത് ഫിക്സ്ഡ് ഇൻകം കിട്ടും. പിന്നീട് കമ്പനി വളരുമ്പോൾ ഇക്വിറ്റിയുടെ ഗ്രോത്തിൽ പങ്കാളിയാകാനും പറ്റും. ഒരു ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ് സിറ്റുവേഷനാണിത്.
ഇനി നമ്മൾ 4ാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ 4, ദി ക്യാപിറ്റൽ ലൈഫ് സൈക്കിൾ ജേർണി. ഇതൊരു കമ്പനിയുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിൻ്റെ ഒരു യാത്രയാണ്. സിമ്പിളായി പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് പണം കിട്ടുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ യാത്രയിലെ 5 സ്റ്റെപ്പുകൾ നോക്കാം. സ്റ്റെപ്പ് 1, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇത് കമ്പനിക്ക് സമാഹരിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ടാണ്. അതിൽ നിന്ന് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന ഭാഗമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ആളുകൾ വാങ്ങാൻ തയ്യാറാകുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അതിൽ നിന്ന് കമ്പനി പണം ആവശ്യപ്പെടുന്നതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അവസാനം ആളുകൾ അടച്ച കമ്പനിയുടെ കയ്യിൽ കിട്ടുന്ന യഥാർത്ഥ കാശാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഈ റിലേഷൻഷിപ്പ് എപ്പോഴും ഈ ഓർഡറിലായിരിക്കും. പെയ്ഡ് അപ്പ് ഒരിക്കലും കോൾഡ് അപ്പിനേക്കാൾ കൂടില്ല, കോൾഡ് അപ്പ് സബ്സ്ക്രൈബ്ഡിനേക്കാൾ കൂടില്ല, അങ്ങനെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വരെ. ഇതിൽ കമ്പനി ആവശ്യപ്പെടാത്ത പക്ഷേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ഭാഗമില്ലേ, അതിനെയാണ് നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്കെത്തി. സെക്ഷൻ 5, JAIB എക്സാം കീ പോയിന്റ്സ്. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ഓർത്തുവെക്കേണ്ടതെന്ന് നമുക്ക് ഒറ്റയടിക്ക് നോക്കാം. ഈ സമ്മറിക്ക് മുൻപ് ഒരു സ്പെഷ്യൽ കേസ് കൂടി പറയാം. നോൺ വോട്ടിംഗ് ഇക്വിറ്റി ഷെയർസ്. ഇതിന് വോട്ടിംഗ് അവകാശങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. സ്പെഷ്യൽ റെസല്യൂഷൻ പാസ്സാക്കണം, സാധാരണ ഇക്വിറ്റിയേക്കാൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കണം, പിന്നെ ഇത് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 25% കൂടാനും പാടില്ല. ഓക്കെ, ഫൈനൽ റിവിഷൻ. ലീഗൽ ഫ്രെയിംവർക്ക് ഏതൊക്കെയാണ്? സെക്ഷൻ 43-ഉം 55-യും. ക്ലാസിഫിക്കേഷനിലെ ഡീഫോൾട്ട് റൂൾ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് ആർ ക്യുമുലേറ്റീവ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓർക്കുന്നുണ്ടോ? 20-30 വർഷത്തെ റിഡംഷൻ ലിമിറ്റ്. ഈ പോയിന്റ്സും ആ ക്യാപിറ്റൽ ലൈഫ് സൈക്കിളിന്റെ ഓർഡറും മനസ്സിലുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഈസിയായി ആൻസർ ചെയ്യാം. അപ്പോൾ പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ബാങ്കർ എന്ന നിലയിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഏത് തരം ഷെയർ ക്യാപിറ്റലാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ റിസ്ക്കായി തോന്നുന്നത്? എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ JAIB പരീക്ഷ തയ്യാറെടുപ്പുകൾക്ക് എല്ലാ ആശംസകളും.